ഹായ് ഗൈസ്, നമ്മുടെ കയ്യിൽ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോറിൽ ഇത്രയും ഹ്യൂജ് കളക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിൽ നിലവിൽ സ്കെയിൽ മോഡൽസിൽ 1:24, അതുപോലെ 1:18, പിന്നെ ബൈക്കിൻ്റെ നമ്മൾ ഫാൻസിസ്കോ ബഗാനിയുടെ 1:6 സ്കെയിലാണെന്ന് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ ബൈക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഫുള്ള് വിശേഷങ്ങൾ ഈ കാസിനെയും ബൈക്സിനെയൊക്കെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 1:24 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1:24 സ്കെയിലിലെ കാസൊക്കെ നമ്മളിവിടെ നിലവിൽ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിലിങ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ കൂടെ തന്നെ കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഔഡിയുടെ R8 നിന്ന് തുടങ്ങാം. ഈ കാണുന്നതാണ് ഔഡിയുടെ R8. നോക്കിയേ, എല്ലാത്തിൻ്റെയും നല്ല കിഡ്ലൻ ഫിനിഷിംഗ് ഉള്ള കാസാണ്. ഇൻക്ലൂഡിങ് ഇതിന് നിങ്ങൾ നോക്കിയാൽ നമ്പർ പ്ലേറ്റ് വരെ ഉണ്ട് ഔഡി R8-ന്, കണ്ടാ. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 330 P4 ഡേറ്റോണ 1967 മോഡലാണ് ഫെറാറിയുടെ. ഡീറ്റെയിലിംഗ് കണ്ട സൂപ്പർ അല്ലേ? അതിന് കൂടാണ്ട് വേറെ സ്പെഷ്യാലിറ്റിൻ്റെ സ്പെയർ വീൽ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ സ്പെയർ വീലൊക്കെ ഉണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ കാറാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഗോഡ്സില എന്നറിയപ്പെടുന്ന നിസാൻ GTR R35. ആക്ച്വലി ഗോഡ്സില എന്ന് ശരിക്കും വിളിച്ചിരുന്നത് R32 R33 എന്തോ ആണ്. നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് നമ്മുടെ നിസാൻ GTR ആണ് കേട്ടോ, റെഡ് കളർ. പിന്നെ ബെൻസിൻ്റെ തന്നെ 190S എന്ന് പറഞ്ഞ മോഡലാണ്, 2.6 ലിറ്റർ. ഇതൊരു വിൻറ്റേജ് കാറാണ് കണ്ട. ഇതിൻ്റെ 2 കളർ വേരിയൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നോക്കി, ഇതിൻ്റെ ബെൻസിൻ്റെ ലോഗോ നോക്കി നിങ്ങൾ, ബെൻസിൻ്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. ഇതിൻ്റെ 2 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഒരു ബ്ലൂയിഷ് കളർ റെഡും. പിന്നെ പോർഷയുടെ തന്നെ 918 സ്പൈഡറാണ് ഈ കാണുന്നത്. ഇതൊരു കംഫർട്ടബിൾ കാറാണ് കേട്ടോ, 2 സീറ്റർ. ഡീറ്റെയിലിംഗ് ഒക്കെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മൈസ്റ്റോ ബുറാഗോ എല്ലാ കാസും 2295 ആണ് സ്റ്റാർട്ടിങ്. ചില കാസിന് 2495 വരാറുണ്ട് ബുറാഗോക്ക്. പക്ഷെ മൈസ്റ്റോ കൂടുതലും 2295 ആയിരിക്കും, ചില സമയത്ത് 2500. ഇപ്പം ഞാൻ ഇതുവരെ എടുത്ത കാസിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള അത് ഈ ഫോർഡിൻ്റെ മസ്റ്റാങ് ആണ്, മസ്റ്റാങ് GT കണ്ട. കിടലല്ലേ, 1967 മോഡലാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോൺ ഇൻ 60 സെക്കൻഡ്സിലുള്ള വണ്ടി ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ പോർഷയുടെ തന്നെ 356B ക്യാബ്രോലെറ്റ്. ക്യാബ്രോലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൺവേർട്ടബിൾ കാസിനെയാണ്. ഇത് വിൻറ്റേജ് കൺവേർട്ടബിൾ ആണ് കണ്ടാ നിങ്ങൾ. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം ഒരു രക്ഷയില്ല. 1:24 സ്കെയിൽ. പക്ഷേ ചെറിയൊരു സൈസ് വ്യത്യാസം ഉണ്ടാവും. ആക്ച്വൽ സൈസിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും ഏത് സൈസാണോ വന്നത് അതിലാണ് ഇത് വെക്കുക. പിന്നെ എല്ലാവരുടെയും ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടമുള്ള പോർഷെ 911 Carrera S ബ്ലാക്ക് കളർ. പിന്നെ ഷവർലെ ഇംബാല ഹോട്ട് വീൽസിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തവരുണ്ട്. അതിൻ്റെ തന്നെ 1:24 സ്കെയിൽ. ബാക്കിൽ ഈ ആൻറ്റിനെയൊക്കെ നോക്കിയേ, നല്ല രസമില്ല കാണാൻ. ഡീറ്റെയിലിംഗ് ഞാൻ എടുത്ത് പറയണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഡീറ്റെയിലിംഗ് സൂപ്പറാണ്, പെയിൻറ്റ് ജോബ് എല്ലാം നന്നായിരിക്കും, കാരണം ബ്രാൻഡഡ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഡോഡ്ജ് വൈപ്പർ SRT. പിന്നെ ഫേവററ്റ്, എല്ലാവരുടെയും ഫേവററ്റ്, എൻ്റെയും നിങ്ങളുടെയും നമ്മളെപ്പോലെ ഓരോരുത്തരുടെയും ഫേവററ്റ് BMW M3 1988 മോഡൽ. ഇന്നിത് ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് BMW എന്താ പറയുക, അവരുടെ ഫ്ലാഗൊക്കെ അടിച്ച വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 2295 തന്നെയാണ്. പിന്നെ ബെൻസിൻ്റെ ഒരു വിൻറ്റേജ് കളക്ഷനിലേക്ക് വരാം. 300 SL 1954 മോഡലാണ് കേട്ടോ. ഇതിന് 2 കളർ വേരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, സിൽവറും അതുപോലെ തന്നെ റെഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് റെഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഡാണ് റെഡ് കളർ. ഇതിൽ മെർസിഡീസ് ബെൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ നമ്മുടെ കയ്യിൽ പോർഷയുടെ തന്നെ മാർക്ക് 5, പോർഷ അല്ല, ടൊയോട്ട സൂപ്ര മാർക്ക് 5. എല്ലാവർക്കും മാർക്ക് 4 ആണ് കൂടുതലും ചോദിക്കാറ്. മാർക്ക് 4 നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ അതും തരാം. പിന്നെ മാക്കാൻ എന്ന് ചിലവർ കളിയാക്കി ഞാൻ കേട്ടിട്ടുണ്ട് പോർഷനെ. പക്ഷേ ഈ വണ്ടി അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കയൻ നമ്മുടെ കയ്യിലുണ്ട്, ടർബോ. ഇതൊക്കെ കാലൊന്ന് ചവിട്ടി പിടിച്ചാൽ പോണ പോക്കില്ലേ, വേറെ ലീഗാണ്ട. പിന്നെ ഡിഫൻഡർ നമ്മുടെ കയ്യിലുണ്ട്, ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ എപ്പോഴും ബുറാഗോയിൽ 2 കളേഴ്സ് നമുക്ക് ആദ്യം ഗ്രീൻ വന്നിരുന്നു, ഇപ്പോൾ ചെറിയൊരു സിൽവർ വന്നിട്ടുണ്ട്. പിന്നെ സാംബ സാൽസ
അപ്പോൾ അവിടെ ഇട്ടില്ലേ അതുപോലത്തെ വോക്സ് വാഗൻ സാമ്പ. പിന്നെ നമ്മുടെ കയ്യിൽ ലാൻഡ് റോവറിൻ്റെ സീരീസ് 2 വിൻറ്റേജ് ഇതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ ദുൽഖർ ചാർലി മൂവിയിൽ ഓടിക്കണത്, ഗ്രീൻ കളർ കണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് മൊത്തം 1:24 പിന്നെ 1:24 നമ്മൾക്ക് F1 കാർ വന്നിട്ടുണ്ട്, ഫെറാറിയുടെ 4500 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഇരിക്കണ പ്രൈസ് എല്ലാം ഈ ഇരിക്കണം 1:24 സ്കെയിലിൻ്റെ പ്രൈസ് വരുന്നത് 2295 തൊട്ടാണ് സ്റ്റാർട്ടിങ്, 2500 വരെ അത് സ്കെയിലാവും. പിന്നെ ഇനി ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് 1:18 സ്കെയിലിലെ കുറച്ച് മോഡൽസാണ്. ഈ ഇരിക്കണതാണ് 1:18 സ്കെയിലിലെ കാസ്. ഇതാ നോക്കി നിങ്ങൾ, കാഡിലാക്കിൻ്റെ ബാബിയുടെ ഒരു സീരീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ തന്നെ നമ്മളുടെ കയ്യിൽ പോർഷെ 911 GT3 ഉണ്ട്. പിന്നെ നിങ്ങളടിയിലേക്ക് ഒരു 911 GT3 RS 4.0 ഇത് കുറച്ച് പഴയ മോഡലാണ്. പിന്നെ ഫ്രാൻസിസ്കോ ബഗാനിയയുടെ മോട്ടോ GP എഡിഷൻ ബൈക്ക് നമ്മുടെ കയ്യിലുണ്ട് 1:6 സ്കെയിൽ. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് 4495 റുപ്പീസാണ്. ഇതിന് നമ്മളുടെ പോർഷയ്ക്ക് 5500 ആണ് ഈ ഒരു ബുറാഗോയുടെ മോഡലിന് വരുന്നത്. മറ്റേ സ്പെഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസ്റ്റോടെ വരുന്നത് 5000 അറൗണ്ട് ആ റേഞ്ചൊക്കെ തന്നെയാണ് എല്ലാം. പിന്നെ ഇവിടെ വേറൊരു സാധനം നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഇതാണ് ബെൻസിൻ്റെ 500 പഴയ വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ പക്ക വിൻറ്റേജ്, ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. അതും ഏകദേശം ഒരു 5000 6000 ആ റേഞ്ചിൽ വരുന്ന കാസാണ് എല്ലാം. പിന്നെ പോണ്ടിയാക്കിൻ്റെ ഫയർ ബേർഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നിങ്ങൾ ഇതിൽ നമ്മുടെ ഹോട്ട് വീൽസിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഒരു ഹ്യൂജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്താ പറയുക, ഏകദേശം ഇത്ര സ്റ്റോക്ക് ബുറാഗോ മെയ്സ്റ്റോ സ്കെയിൽ മോഡൽസിൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ 1:43 സ്കെയിലില്ല പോർഷെ 911 RSR ഇത് 1250 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ 1:43 സ്കെയിലിന്. അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റോഴ്സാണുള്ളത്, പേട്ട, തൃപ്പൂണിത്തറ, അതുപോലെ ഒബ്രോൺ മോൾ, പിന്നെ സെൻട്രൽ സ്ക്വയർ കൊച്ചി. ഇത്തരം സ്റ്റോഴ്സ് നമുക്ക് നിലവിൽ കൊച്ചിയിലുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ ഡയറക്റ്റ് വരാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗും ഓൺലൈൻ ഡെലിവറിയുടെ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ബൈ.